ഞാനിപ്പോൾ നിൽക്കുന്നത് ഒലവക്കോട് സ്റ്റേഷനിലാണ്. ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം കോവളം ബീച്ച് കാണാൻ പോകും. അപ്പോൾ നമ്മളുടെ അമൃത എക്സ്പ്രസ് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരാൻ നിൽക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ. നമ്മളിപ്പോൾ എവിടെയാ പോണത് ചേച്ചിമാ? എന്ത് ഏത് കടല്? കാവള് അല്ല, കോവളം. തിരുവനന്തപുരം കോവളം. നല്ല വാൽ മിന്നുന്നുണ്ട്. പാലക്കാട് സൈഡൊക്കെ നല്ല മഴയാണ് ഇപ്പോ. നമ്മള് തിരുവനന്തപുരം പോയി അവിടെ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. അവിടെ മഴയൊന്നും അറിയില്ല. നോക്കാം. കറക്റ്റ് 8:35 നമ്മുടെ അമൃത എക്സ്പ്രസ് ഒലവക്കോട് എത്തിയിട്ടുണ്ട്. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബർത്ത് കൺഫേമായി. 31-32 അപ്പോൾ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സീറ്റ് കിട്ടി 31, 31, 32. മൊത്തം ഇരിക്കുക അവിടെ. എവിടേക്കാ പോണ? എവിടേക്ക്? അങ്ങനെ നമ്മൾ TT എത്തി. ഇവിടെ പാലക്കാട് ഇപ്പോൾ നല്ല മഴയാണ്, കണ്ടില്ലേ? ഇത്ര ദിവസം അടിച്ച വെയിലിന് ഇപ്പോൾ നല്ല മഴയായി. ഒരു 2-3 മണിക്കൂർ പെയ്ത മഴയാണത്. അപ്പോൾ അങ്ങനെ ചൂട് കുറഞ്ഞ് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇനിയുള്ള മാസങ്ങളൊക്കെ ഫുള്ള് മഴയായിരിക്കും ഇവിടെ. ഈ മഴയിൽ ഈ തണുത്ത കാറ്റുകൊണ്ട് ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പ്രത്യേക സുഖമാണ്. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ നമുക്ക് കൈയൊന്ന് കഴിക്കാൻ പോയിട്ട് നല്ല വിശപ്പുണ്ട്. നമുക്ക് ട്രെയിനിൽ വന്നിട്ട് അങ്ങനെ ഒരു പുതിയ സബ്സ്ക്രൈബർ കിട്ടി. FAJIS. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങി നീ പെൻസി? ഉറങ്ങിയ? ഞങ്ങളെല്ലാവരും തൃശ്ശൂർ കഴിഞ്ഞ് പിന്നെ ഉറങ്ങി. അപ്പോൾ തിരുവനന്തപുരം यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1-2-0-7-6 तिरुवनंतपुरम से अलपी शोर रोड होकर कालीकट तक जाने वाली जनशताब्दी एक्सप्रेस ट्रिवांड्रम सेंट्रल प्लेटफॉर्म नंबर 5 पे 5:55 पर रवाना होगी. Your attention please. Train number 12076 Trivandrum Calicut. എനിക്ക് എപ്പോഴും രാവിലെ നേരത്തെ ചായ വേണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ അവിടെ എല്ലാവരും ചേർന്ന് ചായയും ഒരു വടയൊക്കെ കഴിച്ച് അങ്ങനെ പുറത്ത് വന്നു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ ഇന്ത്യൻ കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് അവിടെ കയറി. എന്താ കാണിക്കുന്നത്? എങ്ങനെയാണ് ചായ കുടിക്കുന്നത്? ചൂടാ? അതാണ് തലയുള്ളിരിക്കുന്നത് ചായൻ്റെ ഉള്ളിൽ. മസാല ദോശ നന്നായിട്ടുണ്ടോ? അങ്ങനെ മസാല ദോശ, പൂരി, സാമ്പാറോടെയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഭീമാപ്പള്ളിക്ക് പോകണമെന്നായി. അപ്പോൾ
അവിടെ ഇലക്ട്രിക് KSITൻ്റെ ഇലക്ട്രിക് ബസ്സിൽ കയറി അങ്ങനെ ഭീമാപള്ളിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീമാപള്ളി എത്തി. ഭീമാപള്ളി രാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, നിറയെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭീമാപള്ളി കണ്ടത് പിന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ കോവളം ബീച്ചിലായിരുന്നു. നമുക്ക് മെയിൻ കോവളം ബീച്ചായിരുന്നു. അത് നേരെ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്വർഗം എത്തി. ഇതാണ് മക്കളെ എൻജോയ്. നിറയെ മീനുണ്ട് ഇതില്. വീഡിയോയിൽ കാണുന്നതന്നെ അറിയില്ല. ഇതുപോലെ അടിപൊളി എൻജോയ് ചെയ്യാം. ബാക്കിയൊക്കെ പിന്നെ നോക്കുക. എങ്ങനെയാ അടിപൊളി എൻജോയ് ചെയ്യും. ആ വേറെ ബീച്ചിൽ ആരോ പൊട്ടിച്ചിട്ട് കണ്ണാടി കുറച്ച് മിസ്സായി വെച്ചാ നമ്മുടെ കാലിൽ കയറും. കൂപ്പിടുങ്ങ ഇവിടെ കടലിൽ കുറേ മീൻ ചത്ത് പൊങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, വലിയ മീൻ. എന്ത് മീനൊന്നും അറിയില്ല, നിറയെ ചത്ത് പൊങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ കാണുന്ന ഈ ബെഡിനും ഒരു കുടയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങളടുത്ത് 3 മണിക്കൂർ അവർ ചാർജ് ചെയ്ത് 300 രൂപ ആണ്. ലാസ്റ്റ് അവർ ഒരു അരമണിക്കൂർ എക്സ്ട്രാ തന്നിട്ട് 300 രൂപ വാങ്ങി. പക്ഷെ ഇന്ന് തിരക്ക് ഭയങ്കര കുറവാണ് കോവളം ബീച്ചിൽ. അത് ഇപ്പോൾ തിരയടിക്കുന്നത് ഭയങ്കര സ്പീഡാണ് അടിക്കുന്നത്. അതുകൊണ്ട് ഫോറിനേഴ്സ് ഭയങ്കര കുറവാണ്. എല്ലാവരും ഇതിൻ്റെ മേലെ ഇരിക്കുന്നത്, ആരും ബീച്ചിൽ ഇറങ്ങുന്നില്ല. കണ്ടില്ലേ? ശരിക്കും ഇതുപോലെ ബീച്ചിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റുള്ള എന്ത് സുഖമാണ്. ഒരു ടെൻഷനില്ലാതെ ജോലി. എന്തായാലും ഞങ്ങള് നല്ല എൻജോയ് ചെയ്തു. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ നമ്മളൊരു കുറച്ച് വന്നിട്ട് പുറത്ത് വന്ന് ഫാമിലിയോട് ഒന്ന് എൻജോയ് ചെയ്താൽ നമ്മുടെ ടെൻഷൻ മാറി കിട്ടും. വെറുതെ ഷുഗർ പ്രഷറൊക്കെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ ചാകണ വരയ്ക്ക് നമ്മളുടെ ബുദ്ധിമുട്ട് മാറാൻ പോകുന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ എൻജോയ് ചെയ്യുക, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് നേരെ ഇപ്പൊ പാലക്കാട് പോകാൻ പോണ. അപ്പൊ നമ്മള് ട്രെയിന് വന്നിട്ട് 7:45. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ പോയി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തി. കുറേ നേരം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മുടെ ട്രെയിൻ വരുന്നവരേക്കും. നമ്മൾ പറഞ്ഞേക്കാൾ കുറച്ച് ലേറ്റായിട്ട് നമ്മുടെ ട്രെയിൻ വന്നത്. കുറേ നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.